അങ്ങനെ ഏതെല്ലാം തരത്തിൽ വ്യക്തിഗതമായി അധിക്ഷേപിക്കാമോ ആക്രമിക്കാമോ അതെല്ലാം എനിക്കെതിരായി നടത്തി. വലിയ ആത്മസംതൃപ്തിയും ചാരിതാർത്ഥ്യവും എനിക്കുണ്ടായി. കാരണം പാർട്ടിയുടെ പഴയകാല പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. മനസ്സ് വളരെ റിലാക്സ്ഡായി. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലുതായിരുന്നു. നമുക്കറിയാം, VSൻ്റെ ഓർമ്മകൾ ഇഷ്ടപ്പെടാൻ CPM ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ തിക്തഫലം CPMന് ലഭിച്ചു. VSനെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പിണറായി വിജയൻ 2016 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് പോലും VSനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ കൊല്ലം ജില്ലയിൽ RSP വലിയ തിരിച്ചുവരവാണ് നടത്തിയത്. കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി ഒരു MLA പോലും ഇല്ല എന്നൊരു ചീത്തപ്പേര് പാർട്ടി എന്തായാലും RSP മാറ്റിയിരിക്കുന്നു. NK പ്രേമചന്ദ്രൻ MP റിപ്പോർട്ടർ TVയോടൊപ്പം ചേരുകയാണ്. പണ്ട് ഒരു പ്രത്യേക രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ LDFുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് വന്നതിന് ശേഷം സ്വന്തമായിട്ടൊരു MLA പോലും ഇല്ല, വലിയ ചീത്തപ്പേരാണ് പാർട്ടി നേരിട്ടത്. അങ്ങും വ്യക്തിപരമായി ഇതിൻ്റെ പേരിൽ വലിയ ആക്രമണങ്ങൾ നേരിട്ടു, വലിയ വിമർശനങ്ങളുണ്ടായി. ഇപ്പോഴെന്തായാലും തിരിച്ചു വന്നിരിക്കുകയാണ് പൂർണ്ണ ശക്തരായിട്ട്. 2014 RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഐകകണ്ഠേന എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF വിട്ട് UDFൻ്റെ ഭാഗമായി RSP മാറിയത്. അതിനാധാരമായ സാഹചര്യങ്ങൾ ഇപ്പോഴും വളരെ പ്രസക്തമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇടതു നയവ്യതിയാനത്തിനെതിരായിട്ടുള്ള കനത്ത തിരിച്ചടിയാണ് CPMന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. ആ ഇടതു നയവ്യതിയാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് RSP 2014 ലോക്സഭാ സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കപ്രശ്നമാണെങ്കിൽ പോലും ആ അപ്രമാദിത്വവും ഏകപക്ഷീയതയും ഇടതു നയവ്യതിയാനമാണ് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നണി വിടാൻ പാർട്ടി തീരുമാനിച്ചത്. അത് കൂടുതൽ വഷളായി 2026 എത്തുമ്പോൾ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിച്ചേർന്നു. അപ്പോൾ അതിനെതിരായി ഇടതുപക്ഷ രാഷ്ട്രീയത്തെ തകർക്കാനും ഉന്മൂലനം ചെയ്യാനും അന്യവർഗ സ്വാധീനത്തിൽപ്പെട്ട് ഇടതു നയ വ്യതിയാനത്തിൻ്റെ ഭാഗമായി മാറിയ CPMനും ഇടതു ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത കനത്ത ശിക്ഷയാണ് കഴിഞ്ഞ ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഫലം. നമുക്കറിയാം, കേരയിൽ സമരം നടന്നപ്പോൾ, ആശാ വർക്കേഴ്സിൻ്റെ സമരം നടന്നപ്പോൾ, ADM ആയിരുന്ന നവീൻ ബാബു ആത്മഹത്യ അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവവികാസം ഉണ്ടായപ്പോൾ, സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് CPMൻ്റെ ജില്ലാ കമ്മിറ്റി അടക്കമുള്ളവർ 90 ദിവസത്തിലധികം ജയിലിൽ കഴിഞ്ഞപ്പോൾ അവിടെ ഒന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന നിലയിൽ സത്യസന്ധവും ക്രിയാത്മകവുമായ നടപടി സ്വീകരിക്കുന്നതിന് പകരം അവരെ മുഴുവൻ സംരക്ഷിക്കുന്ന നയമാണ്, നിലപാടാണ് ആ കാര്യത്തിലൊക്കെ സ്വീകരിച്ചത്. അതാണ് ഞാൻ സൂചിപ്പിച്ച ഒരു ഇടതു നയ വ്യതിയാനം ഈ പാർട്ടിയെ ഗ്രസിച്ചിരിക്കുന്നു. അതിനെതിരായിട്ടുള്ള വലിയ വെല്ലുവിളിയാണ്, ജനവിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഞങ്ങളത് 2014 അതിന് തുടക്കം കുറിച്ചെങ്കിൽ അതിനുശേഷമുണ്ടായ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2016 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSP 5 സീറ്റിൽ വീതം മത്സരിച്ചെങ്കിൽ പോലും ഒരു സീറ്റിൽ പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. സംസ്ഥാന നിയമസഭയിൽ പ്രാതിനിധ്യമില്ല എന്ന കാരണത്തിൻ്റെ പേരിൽ പിണറായി വിജയൻ ഗവൺമെൻറ് ഒരു പ്രത്യേക ഉത്തരവിറക്കി. നിയമസഭയിൽ പ്രാതിനിധ്യമില്ലാത്ത കക്ഷികളെ പൊതുചടങ്ങുകളിൽ പങ്കെടുപ്പിക്കാൻ പാടില്ല. കൃഷിഭവൻ്റെ ഉപദേശക സമിതിയിലോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഉപദേശക സമിതിയിലോ ആശുപത്രി ഉപദേശക സമിതിയിൽ പോലും നാമനിർദ്ദേശം ചെയ്യാൻ പ്രാതിനിധ്യം കൊടുക്കാൻ പാടില്ല. ബോധപൂർവമായി ഞങ്ങളെ സൈഡ് ലൈൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ആ ഗവൺമെൻറ് ഉത്തരവിറക്കിയത്. അങ്ങനെ വന്നപ്പോൾ പാർട്ടിക്കുള്ളിൽ പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ പോലും വിഷമസന്ധിയിലായി. പ്രദേശത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകർക്ക് കൃഷിഭവനിൽ പോയൊരു ആവശ്യം നേടിയെടുക്കാൻ, പാവപ്പെട്ടവർക്കൊരു ആവശ്യം സാധിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ആശുപത്രിയിൽ, അതല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ, അല്ലെങ്കിൽ സമാന സ്വഭാവത്തിലുള്ള തലങ്ങളിൽ പ്രാദേശിക തല പ്രവർത്തനം പോലും അസാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചെടുത്തപ്പോൾ സ്വാഭാവികമായും വലിയ തോതിലുള്ള നിരാശ പാർട്ടി റാങ്ക് ആൻഡ് ഫയലുണ്ടായി. ഈ അവസരത്തെ മുതലെടുത്തുകൊണ്ടാണ് ഇത് മുഴുവൻ ഒരു ലോക്സഭാ സീറ്റിനും അധികാര താല്പര്യത്തിനും വേണ്ടി വ്യക്തിഗതമായ സ്വാർത്ഥതയുടെ പേരിലാണ് 2014 LDF വിട്ട് UDFൽ ചേക്കേറിയത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണം CPM ഹാൻഡിലുകളും CPM സൈബർ സംഘവും നടത്തി.
അങ്ങനെ ഏതെല്ലാം തരത്തിൽ വ്യക്തിഗതമായി അധിക്ഷേപിക്കാമോ ആക്രമിക്കാമോ അതെല്ലാം എനിക്കെതിരായി നടത്തി. സ്വാഭാവികമായും പാർട്ടി റാങ്ക് ആൻഡ് ഫയലിലും അതിൻ്റേതായിട്ടുള്ള നിരാശയും അസംതൃപ്തിയും അസ്വസ്ഥതയും ഉണ്ടായിരുന്നു. ഇതിനെ മുതലെടുത്തുകൊണ്ടാണ് CPM ഈ മലീഷ്യസ് ക്യാമ്പയിൻ നടത്തിയത്. പക്ഷേ ഇന്നലെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ വലിയ ആത്മസംതൃപ്തിയും ചാരിതാർത്ഥ്യവും എനിക്കുണ്ടായി. കാരണം പാർട്ടി മത്സരിച്ച് RSP മത്സരിച്ച് 5 സീറ്റുകളിൽ 4 സീറ്റുകളിൽ 3 സീറ്റുകളിൽ ചിഹ്നത്തിലും 1 സീറ്റിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പയ്യന്നൂരിൽ നിന്ന് മത്സരിച്ച് ജയിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളത് പാർട്ടിയുടെ പഴയകാല പ്രതാപത്തിലേക്കുള്ള തിരിച്ചുവരവിൻ്റെ തുടക്കമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അന്നത്തെ ഒരു വിഷമം ഇപ്പോൾ മാറിയോ? കാരണം അന്ന് അങ്ങേ വ്യക്തിപരമായി ഉൾപ്പെടെ ഒരു MP സ്ഥാനത്തിന് വേണ്ടി അങ്ങ് കളം മാറി എന്നൊക്കെ CPM വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ ഇന്ന് ഈ ഫലം വരുന്ന സമയത്ത് ആ ഒരു കുറ്റബോധം ഇല്ലെങ്കിൽ ആ ഒരു വിഷമമൊക്കെ മാറി ഒരു പാർട്ടി പ്രവർത്തകൻ? ആ വിഷമം എനിക്ക് 100% മാറി എന്ന് മാത്രമല്ല, മനസ്സ് വളരെ റിലാക്സ്ഡായി. കാരണം അങ്ങനെയാണല്ലോ, ഞാൻ കാരണമല്ല സത്യത്തിൽ. അന്ന് ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ പാർട്ടി പൊതുവായി എടുത്ത തീരുമാനത്തോടൊപ്പം ഞാൻ നിന്നു. പക്ഷേ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി മത്സരിച്ചതും പാർലമെൻറ്റ് അംഗമായതും ഞാനാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടാം. അതിൻ്റെ ഗുണഭോക്താവായി വന്നത് ഇന്നയാളാണ് എന്നുകൊണ്ട് അങ്ങനെ വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളെ മുഴുവൻ അപ്രസക്തമാക്കിക്കൊണ്ട് ഇന്നലെ വന്ന വിധിയിലൂടെ അത് മുഴുവൻ അപ്രസക്തമായി എന്ന് മാത്രമല്ല, അത് മുഴുവൻ അതിൽ നിന്ന് വളരെ റിലാക്സ്ഡായി എന്ന് വേണം പറയാൻ. കാരണം പാർട്ടിക്ക് തിരിച്ചു വരാനുള്ള അത്യുജ്വലമായ തിരിച്ചുവരവിനുള്ള തുടക്കം കുറിക്കുന്ന ഒരു ജനവിധിയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 4 നിയമസഭാംഗങ്ങൾ, 1 ലോക്സഭാംഗം, പയ്യന്നൂരിൽ പാർട്ടി മത്സരിക്കുന്ന സീറ്റിൽ പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി, മറ്റ് 3 മണ്ഡലങ്ങളിലും അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി RSP സ്ഥാനാർത്ഥികൾ ജയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അഭിമാനം, സന്തോഷം, ചാരിതാർത്ഥ്യം, അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിലുണ്ടായിരുന്ന ഏതെങ്കിലും തരത്തിലുണ്ടായിരുന്നൊരു കുറ്റബോധം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള വിഷമം 100% മാറിയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 പേർ പാർട്ടിക്ക് വേണ്ടി പാർട്ടി കോട്ടയിൽ മത്സരിച്ച 4 പേർ വിജയിക്കുന്നുണ്ട്. അപ്പോൾ മന്ത്രിസഭയിലൊക്കെ കൂടുതൽ അക്കോമഡേഷൻ RSP തവണ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ മന്ത്രിമാർ ഇല്ല, ഞങ്ങൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ആലോചിച്ചിട്ടില്ല. നാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് വിധിയെ സംബന്ധിച്ചുള്ള വിശകലനവും തുടർ നടപടികളെ സംബന്ധിച്ചുള്ള തീരുമാനവും നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടാകും. മറ്റൊരു കാര്യവും ഈ ഘട്ടത്തിൽ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഈ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വലിയ ചർച്ചകളുണ്ട്. 3-4 പേരുകൾ ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിൽ RSPക്ക് എന്താണ് ഒരു അഭിപ്രായം? RSPയോട് ഈ കാര്യത്തിൽ അഭിപ്രായം ചോദിച്ചാൽ ഞങ്ങൾ കൂടിയാലോചിച്ചതിന് ശേഷം കൃത്യമായ നിലപാട് പറയും. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതനുസരിച്ചാണെങ്കിൽ ഹൈക്കമാൻഡ് തന്നെ ഈ കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ്. എല്ലാവരെയും വിശ്വാസത്തിലെടുത്ത് കേരളത്തിൽ നിലനിൽക്കുന്ന പൊതു രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെയും സാമൂഹ്യ സാഹചര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ സമവായത്തോടുകൂടി എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് കേരളത്തിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ വളരെ പെട്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കും എന്നുള്ള വിശ്വാസമാണ്, പ്രതീക്ഷയാണ്, ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. അങ്ങേക്ക് വലിയ അടുപ്പമുണ്ടായിരുന്ന, വ്യക്തിബന്ധം ഉണ്ടായിരുന്ന 2 ആളുകൾ ഇല്ലാത്തൊരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് കടന്നുപോയത്, ഉമ്മൻചാണ്ടിയും VS അച്യുതാനന്ദനും. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇവർ 2 പേരും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അവരെ മിസ് ചെയ്തിരുന്നോ? തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ അസാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലുതായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി മരണപ്പെട്ടതിന് ശേഷമാണ് സരിതാ കേസുമായി ബന്ധപ്പെട്ട സങ്കീർണമായ നിരവധി കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ പോലെയുള്ള ജനപക്ഷ രാഷ്ട്രീയ നേതാവിനെ അകാരണമായി ലൈംഗിക അപവാദ കേസിൽ കൊടുത്തി ആരോപണ ശൈലിയിൽ കിടത്തി ഭീകരമായ നിലയിൽ രാഷ്ട്രീയ ഹത്യ നടത്തിയ ആ കുൽസിതമായ നടപടിക്കെതിരായിട്ടുള്ള കനത്ത പ്രതിഷേധമാണ് കേരളത്തിലെ ജനങ്ങൾ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലും പത്തനാപുരം നിയോജക മണ്ഡലത്തിലുമൊക്കെ കഴിഞ്ഞ ദിവസം പ്രകടിപ്പിച്ചത്. അവിടെ മാത്രമല്ല, കേരളത്തിലാകെ ഇതിൻ്റെ സ്വാധീനമുണ്ട്. എങ്ങനെയാണ് 2016 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലതുപോലെ ബോധ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യം
ഭൗതിക സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആത്മീയ സാന്നിധ്യവും നേതൃത്വവും ഈ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായി മാറി എന്നതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ അസാന്നിധ്യം LDFിൻ്റെ നേതാവായിരുന്ന മുൻ മുഖ്യമന്ത്രി സഖാവ് VSൻ്റേതാണ്. നമുക്കറിയാം VSൻ്റെ ഓർമ്മകൾ ഇഷ്ടപ്പെടാൻ CPM ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ ബോധപൂർവമായി ഒഴിവാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ സഖാവ് VSൻ്റെ ചിന്തകളും VSനെ കുറിച്ചുള്ള ഓർമ്മകളും ഈ തെരഞ്ഞെടുപ്പിൽ വരണമെന്ന് CPM പോലും ആഗ്രഹിച്ചില്ല. അതുണ്ടായില്ല. അതിൻ്റെ തിക്തഫലം CPMന് ലഭിച്ചു. VSനെ മുൻപിൽ നിർത്തിക്കൊണ്ടാണ് മുൻകാലങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. പിണറായി വിജയൻ 2016 കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത് പോലും VSനെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. നിർഭാഗ്യവശാൽ മറ്റു തീരുമാനങ്ങളാണ് പിന്നീട് ഉണ്ടായത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ VSൻ്റെ ഒരു ഓർമ്മ പോലും പങ്കുവെക്കാൻ CPM ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി അതിൻ്റെ ഭാഗമായി കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥി ചർച്ചയൊക്കെ ഉണ്ടായ സമയത്ത് മകൻ കാർത്തിക്കിൻ്റെ പേര് വലിയ രീതിയിൽ ഉയർന്നു കേട്ടിരുന്നു, ഇരുപുരത്ത് സ്ഥാനാർത്ഥി എന്ന രീതിയിൽ. അങ്ങ് ഏതെങ്കിലും തരത്തിൽ മകനെ അത്തരത്തിൽ സ്ഥാനാർത്ഥിയാക്കാനുള്ളൊരു നീക്കം നടത്തിയിരുന്നു, ഇല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു പേര് ഉയർന്ന് വരാൻ കാരണമായത്? ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കാർത്തിക്കിൻ്റെ പേര് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന നിലയിൽ ഉയർന്നു വന്നത്. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നു അതൊരു പൊതുവികാരമെന്ന് പറയുന്നത് എങ്ങനെയും അവിടുത്തെ MLA പരാജയപ്പെടുത്തണമെന്നുള്ള നിർബന്ധിതമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, ലീഗ്, യൂത്ത് ലീഗ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടുത്തെ RSP പ്രവർത്തകരടക്കമുള്ളവർ അതിശക്തമായിട്ടുള്ള സാമൂഹ്യ സമ്മർദ്ദം ഉയർത്തിക്കൊണ്ടുവന്ന പശ്ചാത്തലത്തിലാണ് ആ പേര് പരിഗണിക്കപ്പെട്ടത്. കോൺഗ്രസിൻ്റെ നേതൃത്വം ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ വലിയ തോതിലുള്ള ഒരു സ്വീകാര്യത ആ പേരിനുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ അത് പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി ചർച്ച ചെയ്തു, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തു, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്തു. പക്ഷേ ഒരു സമവായം ആ കാര്യത്തിൽ ഉണ്ടാകാതിരുന്ന സാഹചര്യത്തിൽ ആ നിർദ്ദേശം ഉപേക്ഷിച്ചുകൊണ്ട് മൂന്നാമതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പാർട്ടി ആലോചിച്ചു. 100% സമവായത്തോടും യോജിപ്പോടും കൂടിയാണ് വിഷ്ണു മോഹനെ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി RSP സംസ്ഥാന കമ്മിറ്റി ഐകകണ്ഠന തീരുമാനിച്ചത്. ഞങ്ങളുടെ എല്ലാവരുടെയും നേതൃപരമായ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു രാഷ്ട്രീയമായ നിലപാട് പാർട്ടി കൈക്കൊണ്ടത്. അത് വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യവുമുണ്ട്. RSP പ്രവർത്തകരെല്ലാം കോൺഗ്രസിനോടൊപ്പം, ലീഗിനോടൊപ്പം, UDF ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഇരവിപുരത്ത് വിഷ്ണു മോഹൻ്റെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിൻ്റെ കൂടി അനന്തരഫലമാണ് തിളക്കമാർന്ന വിജയം UDFന് ഈ തെരഞ്ഞെടുപ്പിൽ കരഗതമാക്കാൻ കഴിഞ്ഞത്. എന്തായാലും പഴയ പ്രതാപം കൊല്ലത്ത് നിലനിർത്താൻ RSPക്ക് സാധിക്കുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും പഴയകാല പ്രതാപത്തിലേക്ക് തിരിച്ചു പോകാൻ RSPക്ക് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ പൊതുവെയും കഴിയും എന്ന ആത്മവിശ്വാസമാണ് RSP നേതൃത്വത്തിനും RSP പ്രവർത്തകർക്കും പാർട്ടിയെ കൊല്ലത്തെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, കൊല്ലത്തിൻ്റെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന RSPയെ സംബന്ധിച്ചിടത്തോളമുള്ള പൊതുവായ കാഴ്ചപ്പാട് അല്ലെങ്കിൽ വിലയിരുത്തൽ. എന്തായാലും കൊല്ലത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന RSP അത് ഇനി വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് MP പറയുന്നത്. ഒപ്പം തന്നെ മകൻ്റെ പേര് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു വന്ന കാര്യത്തിലും അദ്ദേഹം വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ച് വീഡിയോ ജേർണലിസ്റ്റ് അബു താഹിറിനൊപ്പം റിപ്പോർട്ടർ AV ജയശങ്കർ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.